എല്ലാവർക്കും ബി പി സൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഈസ് മൺഡേ മോർണിംഗ്. കഴിഞ്ഞ ആഴ്ച 3 ദിവസം കുട്ടികൾക്ക് അവധിയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കാരണം അവധിയായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും അവർക്ക് സ്കൂളുള്ള ദിവസമാണ്. രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് ഞാനെൻ്റെ ബാക്കി പണികളിലേക്ക് കടന്നിരിക്കുകയാണ്. കുട്ടികളും ജിസുമൊക്കെ പോയി. രാവിലെ കഴിക്കാനായിട്ട് ഞാൻ പുട്ടും പഴമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിനായിട്ട് കൊടുത്തു വിട്ടത് ചോറ്, മോരുകറി, വാഴയ്ക്ക തോരൻ, പിന്നെ മീൻ വറുത്തതുമായിരുന്നേ. നല്ല മഴക്കാറൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. റെഡ് അലർട്ട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മഴയുടെ ശക്തി കൂടിയതുപോലെ. അതുകൊണ്ട് തന്നെ വീട് മുഴുവൻ ഒരു ഇരുണ്ടും മൂടി കെട്ടി കിടക്കുന്ന പോലെയാണ്. ഈ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എനിക്കൊന്ന് കടയിലൊക്കെ പോകണമായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് കട കേട്ടോ, ടൗൺ. ഒരു കൊച്ചു ടൗൺ ഉണ്ട് ഇവിടെ. എൻ്റെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടന്നാലും മതി ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ അങ്ങനെ അധികം ഒത്തിരി സാധനങ്ങൾ മേടിക്കാനൊന്നും അങ്ങനെ ടൗണിലേക്ക് പോകാറില്ല. കൂടുതലും ജിസ് തന്നെയാണ് മേടിച്ചു വരാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ, അല്ലെങ്കിൽ വല്ല ബ്യൂട്ടി പാർലറിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും മഴയുടെ ശക്തി ഇച്ചിരി കൂടി തുടങ്ങി കേട്ടോ. എന്നാലും മഴയുടെ കാര്യമൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ലയെന്ന് വിചാരിച്ച് ഞാനങ്ങ് ഇറങ്ങി ചെന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതൊക്കെ മേടിച്ച് ഒന്ന് ത്രെഡ് ചെയ്തു, മുടിയൊക്കെ മുറിച്ച് വരുന്ന വഴിക്ക് അടുത്ത വീട്ടുകാരുടെ അടുത്ത് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ചോറിനോടെ നേരമായി കേട്ടോ. അപ്പോഴേക്കും ഞാനങ്ങ് വിശന്ന് തളർന്നു. ഞാൻ ചോറൊക്കെ ഉണ്ട്, കുറച്ച് വിശ്രമിച്ച് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്ത് അപ്പോഴേക്കും പിന്നെ കുട്ടികൾ വരാനുള്ള നേരമായി. കുട്ടികൾ വരുമ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അവോക്കാഡോ മിൽക്ക് ഷേക്കാണ് കേട്ടോ. അത് എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അവരുടെ ബന്ധു വീട്ടിൽ അവോക്കാഡോയുടെ കൃഷിയുണ്ടെന്ന്, അത് നല്ല തണുപ്പുള്ള സ്ഥലത്താണെന്ന്. അപ്പോൾ അത് അവിടെ അവോക്കാഡോ കൃഷിയുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും കിട്ടി അവോക്കാഡോ 2 സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ തന്നപ്പോഴേ പറഞ്ഞു അങ്ങനെ പലർക്കും ഇഷ്ടപ്പെടാറില്ല ഈ സാധനം. അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിലും അതെ, മിൽക്ക് ഷേക്കായിട്ട് ഉപയോഗിക്കാനാണെങ്കിലും അതെ, പലർക്കും ഇഷ്ടപ്പെടാറില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ മിൽക്ക് ഷേക്ക് അടിക്കാറുണ്ട്, പക്ഷേ എന്നാലും പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് നെറ്റിലൊക്കെ നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് കൂട്ടാനുള്ള പണി കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്ത വീട്ടിൽ ചേച്ചി എനിക്കിത് മുറിക്കണത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് മുറിച്ച് ഇതിനകത്തുനിന്ന് അതാണ്ട് സ്പൂൺ വെച്ചിട്ട് ഞാൻ തോണ്ടിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 4 ചെറുപഴം കൂടെ ചേർക്കുകയാണ്. 4 ചെറുപഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തീരെ കുഞ്ഞ് ഒരു 2 ചക്കക്കുരുവിന് മുഴുപ്പുണ്ടാകും, അത്ര തീരെ ചെറിയ ചെറുപഴമായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊരു 4 ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിന് പകരം റോബസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, കുറച്ച് ഡേറ്റ്സ് മുറിച്ചത്, അണ്ടിപ്പരിപ്പ്, ബദാം ഒക്കെ ചേർത്ത് കൊടുത്ത് ഒരു 5 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് 2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുത്തു. പക്ഷേ ഇത് അടിക്കണ നേരത്തെ ഞാൻ ഒന്ന് നിർത്തി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം പഞ്ചസാര കുറച്ച് കുറവായിരുന്നു കേട്ടോ, മധുരവേ. അപ്പോൾ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഒരു 5 ടീസ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇത് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരിക്കാനൊന്നും പോയില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. ചെറുതായിട്ട് പഴത്തിൻ്റെയും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ കഷ്ണങ്ങൾ ശരിക്കും അറിയാതെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കടിക്കുമ്പം ഒരു രസമല്ലേ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബൂസ്റ്റ് ചേർക്കാമെന്ന് നോക്കിയപ്പോൾ ബൂസ്റ്റ് ഇല്ല, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബോൺവിറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതും കുറച്ച് ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു കുടിക്കാനായിട്ട്. 1 ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വയറിനറിയാൻ മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ഇത്ര അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ 3 ഗ്ലാസ് കിട്ടി കേട്ടോ. അങ്ങനെ കഴിപ്പും കുടിയൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജയ്ക്കുട്ടൻ്റെ പണിയെന്നു ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്ലാവിനിട്ട് കല്ലെടുത്തെറിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചക്ക കിടപ്പുണ്ട്, കല്ലെടുത്ത് എറിഞ്ഞ് ചക്ക വീഴ്ത്താനുള്ള പരിശ്രമത്തിലാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണതുണ്ടല്ലോ, ഞാൻ തംബ്നെയിലിൽ പറഞ്ഞിട്ടില്ലേ കുട്ടികളുടെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിലുള്ള ഒരു മാർഗം. അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പലരും കുഴിച്ചിടുന്നുണ്ട്, ഒത്തിരി പേര് മണ്ണിൽ കുഴിച്ചിടും, പക്ഷെ അത് അങ്ങനെ അബ്സോർബായി പോകത്തൊന്നുമില്ല. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പിന്നെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി കളയ്ക്കുമ്പം ഈ സാധനം പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പൊങ്ങി വരും. അതല്ലാതെ ചിലരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേതിലും വലിച്ചെറിയുന്നവർ ഒത്തിരി പേരുണ്ട്. റോഡ് സൈഡിൽ കൂടെയും പുഴയിൽ തോട്ടിൽ കൂടെയും ഒക്കെ വലിച്ചെറിയുന്നവരുണ്ട്, അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിലൊക്കെ കൊണ്ടുപോയി ഇടുന്നവരുണ്ട്. അപ്പോൾ ഈ പൊട്ടക്കിണറ്റിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും. എന്നിട്ട് മഴ പെയ്തിട്ട് അതിൽ വെള്ളം നിറയുമ്പോൾ ഉണ്ടല്ലോ ഈ സാധനം അങ്ങ് പൊങ്ങി വരും. അങ്ങനെയൊന്നും ചെയ്യാതെ ആർക്കും ഒരു ഉപദ്രവവും വരുത്താതെ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ഡയപ്പർ കടമേടിച്ചതാണിത്. അപ്പോൾ ആ ഡയപ്പറിൽ ഒന്നും ഇല്ലായിരുന്നു, മൂത്രമൊന്നും ഇല്ലായിരുന്നല്ലോ, നല്ല
ഡയപ്പറായിരുന്നു. അപ്പോൾ ഞാനിത് വെള്ളം നനയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂത്രമൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പം നിറഞ്ഞ് വീർത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ കുട്ടികൾ അപ്പിയിട്ടതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലോസറ്റിലേക്ക് കളഞ്ഞിട്ട് നമ്മുടെ ടാപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇത് നല്ലതുപോലെ നനച്ച് കഴിയുമ്പോൾ ഈ സംഭവം അങ്ങ് വീർത്ത് വരും. മൂത്രം നനഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും വീർത്ത് വരുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് വെള്ളം നല്ലപോലെ നനച്ച് കഴിയുമ്പോൾ ഇതങ്ങ് വീർത്ത് വരും. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത് നല്ല ശ്രദ്ധിച്ച് കാണുക. വീർത്ത് വന്ന് കഴിയുമ്പോഴുണ്ടല്ലോ അതിൻ്റെ പഞ്ഞിയിരിക്കണ ഭാഗം ഉണ്ടല്ലോ, നമുക്ക് കൈ വെച്ച് തന്നെ ചുമ്മാ പേപ്പർ കീറണ മാതിരി ഈസി ആയിട്ട് അതങ്ങ് കീറിയെടുക്കാൻ പറ്റും. കീറിയിട്ട് അതാണ്ട് ഈ ഒരു ബക്കറ്റിലേക്കുണ്ടല്ലോ അതിനകത്ത് ജെല്ല് മുഴുവൻ ഈ ടാപ്പിൻ്റെ ഇടയിൽ തന്നെ കാണിച്ചാൽ മതി. ആ വെള്ളം അങ്ങ് ഈ ഡയപ്പറയിലേക്ക് ആകുമ്പോഴേക്കുവേ ആ ജെല്ല് മുഴുവനും കൂടെ ആ ബക്കറ്റിലേക്ക് വീണോളും. എന്നിട്ട് ഈ അവസാനം ഇത് നല്ല പോലെ കഴുകി ആ ജെല്ല് മുഴുവൻ അങ്ങ് കളയുക. ജെല്ല് മുഴുവൻ കളഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ പിന്നെ അവസാനം ബാക്കി ചുമ്മാ ഒരു പേപ്പർ പോലെ ഒരു പീസ് അതേ ഉള്ളൂ. അപ്പോൾ ഇത് ചുമ്മാ ഒരു മഴയുള്ളപ്പോഴാണെങ്കിൽ ഒരു തണൽ, അതായത് വെള്ളം വീഴാത്തൊരു സ്ഥലത്തിടുക, 2 ദിവസം കൊണ്ട് അത് ഉണങ്ങി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വെയിലുള്ളപ്പോഴാണെങ്കിൽ വെയിലത്തിടുക. നമ്മൾ തുണി ഉണക്കണ മാതിരി നല്ല സുഖമായിട്ട് ഇത് പേപ്പർ പോലെ ഇരിക്കുന്ന സാധനമല്ലേ, അത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടിക്കോളും. എന്നിട്ട് നമ്മൾ പേപ്പറൊക്കെ കത്തിക്കണ കൂട്ടത്തിൽ അങ്ങ് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ലല്ലോ, നല്ല സുഖമായിട്ട് അതങ്ങ് കത്തിപ്പോക്കോളും. ചുമ്മാ പേപ്പർ കത്തണ മാതിരി അങ്ങ് കത്തിക്കോളും. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബക്കറ്റിലേക്ക് ഒഴിച്ചിരിക്കുന്ന ജെല്ലുണ്ടല്ലോ, ആ ജെല്ല് അതും പെട്ടെന്ന് തന്നെ മണ്ണിൻ്റെ കൂട്ടത്തിലൊക്കെ അങ്ങ് അബ്സോർബ് ആയി പോയിക്കോളും. വല്ല തെങ്ങിൻചോട്ടിലേക്കോ പറമ്പിലേക്കോ ഒക്കെ ഒഴിച്ചാൽ മതി. അത് ആ മണ്ണിനകത്ത് പെട്ടെന്ന് തന്നെ അലിഞ്ഞങ്ങ് പൊക്കോളും. അപ്പോൾ കുഞ്ഞു കുട്ടികളെ വീട്ടിലുള്ളവരൊക്കെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഈ രീതി ഉപയോഗിച്ചോളുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇടാനായിട്ടൊരു 3 ദിവസം ലേറ്റായി പോയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി താമസിച്ചു പോയി. ജയ്കൂട്ടൻ അതാ പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചക്ക വീഴ്ത്താനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.